ജീവനും ചിഹുക്കും കൂടി കിസ് ചെയ്തോണ്ട് നിൽക്കുന്നതിനിടയ്ക്കാകട്ടെ, നിനക്ക് പറ്റിയ ആൾ ഞാനല്ല. നീ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് പിന്നീട് ഇതൊക്കെ ഓർത്തിട്ട് കുറ്റബോധം തോന്നുന്നതായിരിക്കുമെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവളും ഇല്ല എന്ന മറുപടിയൊക്കെ നൽകുന്നുണ്ടെങ്കിൽ പോലും ജിഹുക്കും അവളെ പുറത്താക്കുന്നു. ജീവൻ രാവിലെ ഓഫീസിലൊക്കെ എത്തുന്നുണ്ടെങ്കിലും ജിഹുക്ക് അതുവരെയും ഓഫീസിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ കിമ്മിന് ഇപ്പോൾ മാനേജർ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും മാനേജറായിട്ടിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു അയാൾ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും അയാൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ മാനേജർ ജൂറാനാണെന്ന് പോലും നോക്കാതെ ജൂറാനോട് അത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും മേൽനോട്ടമൊക്കെ വഹിക്കുകയായിരുന്നു അയാളും. ഇപ്പോഴാകട്ടെ എല്ലാവരും കൂടി ചേർന്നിട്ടും കിമ്മിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. കിമ്മിന്റെ സ്വഭാവം തനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഹയൂണും പറയുന്നു. അങ്ങനെ ഇരിക്കെ ജുറാന് ഹസ്ബൻഡിന്റെ അടുത്ത് നിന്നും ഒരു കോളൊക്കെ വരികയാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ജീവണും പണ്ടത്തെ മിൻഹ്വാനൊക്കെയാണ് ഓർമ്മ വരുന്നത്. ജീവണും ജൂറാനോട് കൂടുതലായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്താകട്ടെ ജൂറാന്റെ പേരൻസിന്റെ അടുത്ത് സഹായമൊക്കെ ചോദിച്ചൂടെ എന്ന് ജീവണും ചോദിക്കുകയാണ്. പക്ഷേ ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന ഒരു ഹസ്ബൻഡൊക്കെ ഉള്ളപ്പോഴത്തേക്കും എങ്ങനെയാണ് പേരൻസിന്റെ അടുത്ത് സഹായം ചോദിക്കുകയെന്നായിരുന്നു ജൂറാനും ചോദിക്കുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സ്വഭാവമൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് എന്റെ ബോയ് ഫ്രണ്ടിന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ ഓർമ്മ വരികയാണ്. ഏറ്റവും ഒടുവിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും തോറ്റുപോയിട്ടുണ്ടായിരുന്നതും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നീയും ഇങ്ങനെ ഒന്ന് നിന്നാൽ പോരാ എന്നൊക്കെ ജീവനും അവളോട് പറയുന്നു. ജയ്ഹുകിന് പനി പിടിച്ചത് കൊണ്ട് തന്നെ ഇന്ന് അവൻ അവധിയാണെന്നുള്ള കാര്യമൊക്കെ ജൂറാനും ജീവനെ അറിയിക്കുന്നു. ജീഹുക്കിന് പനി ആയതുകൊണ്ട് തന്നെ അവന് വേണ്ടി കഞ്ഞിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ജീവണും പണ്ടത്തെ ഒരു കാര്യമൊക്കെ ഓർക്കുകയാണ്. പണ്ട് മിൻഹ്വാനും വയ്യാതെ ആയപ്പോഴത്തേക്കും ഇതുപോലെ കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അവനന്ന് കുറ്റം പറയുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ജീവണും കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് പോകുവാൻ തുടങ്ങുമ്പോഴത്തേക്കും വീടിനകത്തു നിന്നും ഒരു ശബ്ദമൊക്കെ അവളും കേൾക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവളും പാസ്പോർട്ടൊക്കെ ഞെക്കിയതിനു ശേഷം വീടിന്റെ അകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്കും ബോധമില്ലാതെ ചേഹുക്ക് കിടക്കുകയായിരുന്നു. അവനും ഡോക്ടറിനെയൊക്കെ കണ്ട് മരുന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ജീവന്റെ അടുത്ത് നിനക്ക് ഇപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിലാണ് ഉള്ളത് എന്നൊക്കെ തോന്നുന്നുണ്ടോ? നിനക്കും ഉറപ്പായ ഒരു നിലമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? പക്ഷെ എനിക്ക് അതാകുവാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ അവനും പറയുന്നു. നീ നല്ലൊരാളായതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരിടത്ത് നിൽക്കുവാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ ചിഹുക്ക് പറയുമ്പോഴത്തേക്കുമാണ് അവളും പണ്ടത്തെ ചിഹുക്കിനെ ഓർത്തെടുക്കുന്നത്. ശരിക്കും അത് നീ തന്നെ ആയിരുന്നോ എന്നൊക്കെ അവളും അവന്റെ അടുത്ത് ചോദിക്കുന്നു. നിനക്ക് ഇപ്പോഴും മാത്രമാണോ അത് മനസ്സിലായത്? നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഞാനും നിന്നെ ഓർത്തെടുത്തതാണ്. എന്റെ മനസ്സിൽ എപ്പോഴും നീ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ചിഹുക്കും അറിയിക്കുന്നത്. ഉൺഹോനെ കാണുവാനായിട്ട് ഹയൂണും എത്തിയിരിക്കുന്നു. ഹയൂണാകട്ടെ 2 മ്യൂസിക്കൽ കോൺസേർട്ടിന്റെ ടിക്കറ്റ് ഒക്കെ ആയിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. നീയും ജീവണും കൂടി ഒന്നിച്ചതിന് പൊയ്ക്കോ എന്നൊക്കെ ഹയൂൺ പറയുമ്പോഴത്തേക്കും ഉൺഹോയ്ക്കും വളരെയധികം വിഷമമാകുന്നു. കരഞ്ഞുകൊണ്ട് അവനും ജീവന്റെ നോവലിലെ തെറ്റായിട്ടുള്ള ആ ഒരു സെന്റൻസ് അത് ഞാൻ അല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. ജീവണും ജീഹുക്കിനെ നോക്കി നോക്കി ഏറ്റവും ഒടുവിലായിട്ട് അവന്റെ ഒപ്പം കിടന്നുറങ്ങുകയാണ്. ജീഹുക്ക് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മയില്ലാതെയാണ് എണീറ്റും വരുന്നത്. അവനും വിചാരിച്ചിരുന്നത് ജീവനെ കണ്ടതെല്ലാം തന്നെ ഒരു സ്വപ്നം മാത്രമാണെന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ജീവണും അവനെ ആദ്യം കണ്ടപ്പോൾ തന്നെ തിരിച്ചറിയാതെ പോയതിൽ അവന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നു. കുറ്റബോധമൊക്കെ പിന്നീട് തോന്നുമെന്നൊക്കെ ചിഹുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ജീവണും ആ ഒരു കുറ്റബോധം തോന്നുന്നതിൽ ഒട്ടും തന്നെ പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ അവരും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. ഒരേ വണ്ടിയിൽ ഓഫീസിലേക്ക് എത്തുകയും പിന്നീട് ഒരേ ലിഫ്റ്റിലേക്ക് ഓഫീസിനുള്ളിലേക്ക് കടക്കുകയും അതിനുശേഷം ഓഫീസ് ചാൻസിലൊക്കെ പോയി മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു അവരും ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ രണ്ടുപേരും ഒരേ ഓഫീസിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ എന്നെ കണ്ടില്ല എന്നൊക്കെ നീ നടിക്കുമ്പോഴത്തേക്കും അതെനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ മിൻഹ്വാനും ജീവനെ അറിയിക്കുകയാണ്. പക്ഷെ ജീവണും അവനായിട്ട് വരുത്തി വെച്ചൊരു കാര്യമാണ് അതേ എന്ന കാര്യമൊക്കെ അവന്റെ അടുത്തും പറയുന്നു. മിൻഹ്വാനും ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും ജീവൻ ലീഡൊപ്പം ലിഫ്റ്റിലൊക്കെ കയറി പോകുമ്പോഴത്തേക്കും അവനും ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുന്നില്ല. എല്ലാവരും അസൂയപ്പെടുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ വേണമെന്നായിരുന്നല്ലോ ജീവണും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എവിടെ വെച്ചാണ് തനിക്ക് ആകെ പിഴച്ചു പോയതെന്നൊക്കെ അവനും ഓർക്കുന്നു. സോമിനും മിൻഹ്വാന്റെ അമ്മയുമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ വെച്ചിരിക്കുകയാണ്. തന്റെ മക്കൾ ഈ ഒരു രീതിയിൽ വിവാഹം കഴിച്ചു പോകണമെന്ന് ഒരിക്കലും അമ്മ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജീവൻ പഠിച്ച അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് ഇവളും പഠിച്ചതെന്നൊക്കെയാണ് സോമിനെ കുറിച്ച് മിൻഹ്വാൻ പറയുന്നത്. മാത്രമല്ല അവളും പഠിത്തത്തിൽ വളരെയധികം മിടുക്കിയായിരുന്നുവെന്നും ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൾ ജോലിക്ക് പോയിക്കോളുമെന്നും മിൻഹ്വാൻ അറിയിക്കുന്നു. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ അമ്മയും ഏകദേശം സമ്മതമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. മാത്രല്ല സുമിന്റെ അച്ഛനൊരു ബിസിനസ്സുകാരനായിരുന്നുവെന്നും അമ്മ ഒരു ടീച്ചറാണെന്നുമാണ് അവൾ പറയുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം
അമ്മ വളരെയധികം വിഷമത്തിലായിരുന്നുവെന്നും അവർ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അവരെ പോലെ ജീവിക്കുവാനാണ് താനും ആഗ്രഹിക്കുന്നതെന്നും സോമിൻ അറിയിക്കുന്നു. അമ്മയ്ക്ക് ഏകദേശം സമ്മതമൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നെങ്കിൽ പോലും സോമിനും നീ എന്തിനാണ് കള്ളം പറയുവാൻ പോയതെന്നൊക്കെയാണ് മിൻഹ്വാന്റെ അടുത്ത് ചോദിക്കുന്നത്. മിൻഹ്വാനാകട്ടെ ചിവൺ വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചതാണ്, അപ്പോൾ നീയും പേര് പോലും കേട്ടിട്ടില്ലാത്തൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് പഠിച്ചതെന്ന് പറയുകയാണെങ്കിൽ അമ്മ ഒരിക്കലും ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കുകയില്ല. കുറച്ചൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് കല്യാണം നടത്തിയാൽ പോരെ എന്നൊക്കെയാണ് അവനും ചോദിക്കുന്നത്. പിന്നെ അവളെ മൈൻഡ് പോലും ചെയ്യാതെ അവനും പോകുന്നു. കമ്പനിയിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ സോമിനെ കല്യാണം കഴിക്കുവാനായിട്ട് മിൻഹ്വാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവനും ഏത് ഓഡിറ്റോറിയത്തിലാണ് വിവാഹം കഴിക്കുവാനായിട്ട് പോകുന്നതെന്നൊക്കെ ജിഹുക്കെ പറയുമ്പോഴത്തേക്കും എന്റെയും വിവാഹം അവിടെ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഏതൊരു സ്ത്രീയും അവിടെ വെച്ച് വിവാഹം നടക്കരുതെന്നാണ് ആഗ്രഹിക്കുക എന്നൊക്കെ അവളും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ജൂറാനും ഒരു സന്തോഷ വാർത്തയൊക്കെ പറഞ്ഞുകൊണ്ട് ജിവുണ് മെസ്സേജ് അയക്കുന്നത്. ജീവൺ പറഞ്ഞത് പ്രകാരം ജൂറാനും ജൂറാന്റെ പേരൻസിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരൻസ് വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിനെ നല്ല രീതിയിൽ വഴക്കൊക്കെ പറയുകയും മാത്രമല്ല അവരുടെ റെസ്റ്റോറന്റിലൊക്കെ വർക്ക് ചെയ്യുവാനായിട്ട് അവനോട് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവനും ഇപ്പോൾ ചേഹുക്കിന്റെ കൂടെ ഒരു കടൽ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ സങ്കടമൊക്കെ വരുന്ന സമയത്താണ് അവൾ ഇവിടെ വരാറുള്ളത്. ആദ്യമായിട്ടാണ് സന്തോഷമുള്ളപ്പോൾ ഇവിടെ വരുന്നതെന്നൊക്കെ അവളും അറിയിക്കുന്നു. അവരൊന്നിച്ചൊരു കടയിലൊക്കെ കയറുന്നുണ്ട്. അവൾക്കും അവിടുത്തെ ഫുഡ് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ റീഡെവലപ്മെന്റ് ഒക്കെ വന്ന സമയത്ത് ആ ഒരു കടയും ഇല്ലാതായി. ഇപ്പോൾ ആ കടയിൽ വീണ്ടും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവള് ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ജിവൺ ഇപ്പോഴും ചേഹുക്കിനെ ജനറൽ മാനേജറിന്റെ സ്ഥാനത്തൊക്കെ കണ്ട് ആ ഒരു രീതിയിൽ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് അവന്റെ പേരൊക്കെ വിളിക്കുന്നത്. അതേസമയം അവനും അങ്ങനെ ഇനി വിളിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിനു മുമ്പുണ്ടായിരുന്ന ഗേൾ ഫ്രണ്ട്സ് നിന്നെ ഏതു പേരായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജീവനും ചോദിക്കുന്നു. അവനും ഇതിനു മുമ്പ് തനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളെയും കിസ് ചെയ്യുന്നു. അവനും അവന്റെ ഉള്ളിൽ ആകെ ഉണ്ടായിരുന്നത് ജീവന് മാത്രമാണെന്നൊക്കെ പറയുന്നു. ജോറാന്റെ കസേരയിലൊക്കെയാണ് ഇപ്പോൾ കിം ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ കിം ആയിരിക്കും മാനേജർ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുതിയതായിട്ടൊരു വ്യക്തിയും ആ ഒരു കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്യുവാനായിട്ട് ചെല്ലുകയും കിമ്മിനോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്തായിരുന്നു അവിടേക്ക് യഥാർത്ഥത്തിലുള്ള മാനേജറായിട്ടുള്ള ജോറാനും എത്തുന്നത്. ഈ ഒരു കസേരയ്ക്ക് ശരിക്കും ചേരുന്നത് ഞാൻ തന്നെയാണ്. നിനക്ക് അധികം വൈകാതെ ഈ കസേര എനിക്ക് തിരികെ നൽകേണ്ടതായിട്ട് വരുമെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ജോലികൾ ചെയ്യുവാനും ജോറാന്റെ അടുത്ത് കിം പറയുന്നു. ജോറാനും ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന കാര്യം അവൾക്ക് മനസ്സിലാക്കുകയും ജീവൻ കൊടുത്ത ധൈര്യം കൊണ്ട് തന്നെ അവളും അതിനെതിരായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് പുതിയ പ്രപ്പോസൽ ഒന്നും നൽകാതിരുന്നത്? നിങ്ങളുടെ ഐഡിയ വളരെയധികം മോശമാണ്. പണ്ടത്തേത് പോലെയല്ല. ഇപ്പോൾ നീ മാനേജർ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യുക. ഞാനാണ് ഇവിടുത്തെ മാനേജർ എന്നൊക്കെ ജുറാൻ സംസാരിക്കുമ്പോഴത്തേക്കും കിമ്മും ആകെ ഞെട്ടിപ്പോകുന്നു. നീ എന്താണ് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ കിം ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളല്ലായിരുന്നു ഇതിനു മുമ്പ് മാനേജർ. നിങ്ങളുടെ അടുത്ത് നിന്നുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത്. മേലുദ്യോഗസ്ഥന്റെ അടുത്ത് വളരെയധികം റെസ്പെക്റ്റോടു കൂടി തന്നെ പെരുമാറണം. പക്ഷെ കീഴുദ്യോഗസ്ഥന്റെ അടുത്ത് ഈ ഒരു റെസ്പെക്ട് തിരിച്ചു കൊടുക്കാറില്ല. ഇങ്ങനെ മുന്നോട്ട് പോകണോ അതോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകണോ എന്നൊക്കെ ജൂറൻ ചോദിക്കുമ്പോഴത്തേക്കും അത്രയും പേരുടെ മുമ്പിൽ നാണം കെട്ടതൊക്കെ ഓർത്തുകൊണ്ട് കിമ്മും നിൽക്കുന്നു. എല്ലാവരും കൈയൊഴിഞ്ഞ് കിമ്മിനെ കാണുവാനായിട്ട് മിൻഹ്വാനും എത്തുന്നു. മിൻഹ്വാൻ ആകട്ടെ അവന്റെ അടുത്ത് ഇവിടെയുള്ള ഗേൾസ് ഒന്നും ശരിയല്ല എന്ന രീതിയിലൊക്കെയായിരുന്നു സംസാരിക്കുന്നത്. മാത്രമല്ല ഇന്ന് ജൂറാന്റെ വക ഒരു പാർട്ടി ഉണ്ടെങ്കിൽ പോലും ആ ഒരു പാർട്ടിക്കൊന്നും ഞാൻ പോകാതെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നതായിരിക്കുമെന്നൊക്കെയാണ് മിൻഹ്വാൻ അറിയിക്കുന്നതും. അങ്ങനെയിരിക്കെ സോമനുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നത് കള്ളമല്ല എന്നൊക്കെ കിം ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ മിൻഹ്വാനും പറയുന്നു. ജൂറാന്റെ പേരൻസിന്റെ കടയിലൊക്കെ ആയിരുന്നു പാർട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നത്. അവരും നല്ല രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാനായിട്ട് നൽകുന്നു. അച്ഛനും ജൂറാനെ പ്രിൻസസ് എന്ന രീതിയിലൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ജീവനും അവളുടെ അച്ഛനെ കുറിച്ചൊക്കെ ഓർത്തു പോകുകയാണ്. എല്ലാ അച്ഛന്മാർക്കും മക്കൾ പ്രിൻസസ് തന്നെ ആയിരിക്കും. ഉറപ്പുള്ള ഒരു മണ്ണൊക്കെ ആയിരുന്നു എനിക്ക് നിൽക്കുവാനായിട്ട് വേണ്ടിയിരുന്നത്. അതിപ്പോൾ എന്റെ ഒപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണെന്നൊക്കെ അവളും സ്വയം പറയുന്നു. ലിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ആണും പെണ്ണും കിസ് ചെയ്തതിനു ശേഷം നടന്നു പോകുന്നതൊക്കെ അവനും കാണുകയാണ്. പിന്നീട് അവൻ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആയിരുന്നു ആ ഒരു പെണ്ണ് ജോറാന്റെ കടയിൽ വർക്ക് ചെയ്യുന്ന പെണ്ണും അതുപോലെ തന്നെ ആ ഒരാണ് അത് ജോറാന്റെ ഹസ്ബൻഡുമാണെന്നുള്ള കാര്യമൊക്കെ ലിയും മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ജോറാന്റെ മുമ്പിൽ അതൊന്നും തന്നെ അറിഞ്ഞതായിട്ട് ലീ ഭാവിക്കുന്നില്ല. ലീ പാർട്ടിക്കെത്തിയതൊക്കെ കാണുന്ന ഹയ്യോണും അതിനെക്കുറിച്ചൊക്കെ ജൂറാന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ലേക്ക് എന്റെ അടുത്ത് വിശ്വാസമുള്ളത് കൊണ്ടാണ് എനിക്കും ഈ ഒരു പ്രൊമോഷനൊക്കെ കിട്ടിയത്. ഇത് പ്രൊമോഷന്റെ പാർട്ടിയല്ലേ, അതുകൊണ്ടായിരുന്നു ഞാനും അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജൂറാനും അറിയിക്കുന്നു. സാധാരണഗതിയിൽ ഇതുപോലെ ഒരാൾ വിളിച്ചതിന്റെ പേരിലൊന്നും അവൻ പാർട്ടിക്ക് വരാറില്ല. അതുകൊണ്ട് തന്നെ ഹയ്യോണും മൊത്തത്തിൽ ഒന്ന് സംശയിച്ചിരിക്കുകയാണ്. മിൻഹ്വാനും കള്ളസ്നേഹമൊക്കെ കാണിച്ചിട്ടായിരുന്നു ജൂറാന്റെ ടീമിന്റെ മുമ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ
കള്ളസ്നേഹമൊക്കെ കാണിച്ചിട്ടായിരുന്നല്ലോ ചൂറന്റെ ഹസ്ബൻഡ് നിന്നിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ഈ ഒരു രീതിയിൽ തങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ്. കിമും മിൻഹ്വാനും മെസ്സേജൊക്കെ അയച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി മറ്റൊരു ദിവസമൊക്കെ ഒന്നിച്ച് കൂടാമെന്നൊക്കെ പറയുന്നു. അതും മിൻഹ്വാന് വലുതായിട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എങ്കിൽ പോലും കൂടെ ആരെങ്കിലും നിർത്തണമല്ലോ, അതിനുവേണ്ടി മാത്രമായിരുന്നു കിമ്മിന്റെ ഒപ്പമൊക്കെ അവന് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.